എഴുതിയ ലേഖനം 2:12. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടി നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. നോക്ക്, നമ്മുടെ പാപ സ്വഭാവത്തെ, നമ്മുടെ പഴയ മനുഷ്യനെ നാം കുഴിച്ചിട്ടിട്ട് യേശുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ നാം ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഒരു വാക്യം കൂടി വായിച്ച്, അപ്പം റോമർ 6:2 എന്താ പറഞ്ഞിരിക്കുന്നത്? കാണാതെ അറിയാവുന്ന വാക്കുകളാണത്. റോമർ നാം എങ്ങനെയാ മരിച്ചത്? പാപസംബന്ധമായി മരിച്ചിരിക്കുകയാണ്. അപ്പൊ സ്നാനപ്പെട്ടവർ മനസ്സിലാക്കണം, നാം എങ്ങനെ മരിച്ച്? പാപസംബന്ധമായി മരിച്ചിരിക്കുകയാണ്. നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നിരിക്കുകയാണ്. അപ്പൊ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ, യേശു മരിച്ച് അടക്കപ്പെട്ടതുപോലെ നാം മരിച്ച് അടക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു പുതിയ മനുഷ്യനായി യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ നാം ഒരു പുതിയ മനുഷ്യനായി തീർന്നിരിക്കുകയാണ്. നമ്മുടെ ആത്മാവോടെ ഇരിക്കുന്നു. നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. നാം സ്വർഗത്തിൻ അവകാശികളാണ്. അപ്പോൾ നാം എവിടെ ഇരിക്കുകയാണ്? സ്വർഗത്തിലിരിക്കുകയാണ്. മനസ്സിലാക്കണം, ഇവിടെ നമ്മുടെ ജഡത്തിൽ കഷ്ടമുണ്ട്, ജഡത്തിൽ പ്രയാസങ്ങളുണ്ട്. എന്തിനു വേണ്ടി? ഇനി ഞാൻ പറയാം, നിങ്ങൾ എന്തിനു വേണ്ടിയാ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നത്? പ്രായമായവരോട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന അനുസരണക്കേട് അല്ലെങ്കിൽ തെറ്റ്, പാപം, അതൊക്കെ ഒരു സമയത്ത് ഏറ്റുപറഞ്ഞ് ശരിക്ക് അനുദപിച്ചില്ലെങ്കിൽ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അനുദപിച്ചില്ലെങ്കിൽ, അത് പിന്നത്തേതിൽ മരിക്കുന്നതിന് മുമ്പേ, ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പേ നമ്മളെ ഇവിടെ വെച്ചൊരു ശുദ്ധീകരണമാണ്. ഒന്ന് ഞാൻ പറയുകയാണ്, നാം കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരല്ലേ? ആണോ? കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളനാദത്തോടും സ്വർഗത്തുനിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ച ഒരാള് പിന്നെ ന്യായം വിധിച്ച് നിത്യനരകത്തിൽ വിടുവോ? വിടത്തില്ല. അപ്പം നമുക്കൊരു ന്യായവിധിയില്ല. നമ്മുടെ ന്യായവിധി ഇവിടെ വെച്ചാൽ നമ്മൾ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തെറ്റുകൾക്കും പാപങ്ങൾക്കും ഇതിനകത്ത് വെച്ചൊരു ശുദ്ധീകരണം തരികയാണ്. മനസ്സിലായിക്കൊള്ളും. നമ്മൾ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 1000 ആണ്ട് വാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ന്യായം വെച്ച് നമ്മളെ ഇങ്ങോട്ട് തള്ളുവോ? ഇല്ല. അപ്പം നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ, നാം ചെയ്ത തെറ്റുകൾ, കുറ്റങ്ങൾക്കെല്ലാം ഇവിടെ വച്ച് തന്നെ ഒരു ശുദ്ധീകരണമാണ്. എന്നാ മനസ്സിലായിക്കൊള്ളണം, നിങ്ങൾ ഹൃദയത്തിനകത്തുനിന്ന് നിങ്ങൾ തെറ്റുകളും കുറ്റങ്ങളും ജീവിതത്തിൽ വന്ന ഹൃദയപൂർവ്വം മാനസാന്തരപ്പെട്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച ഈ അവസ്ഥ വരത്തില്ല. അവസ്ഥ വരുമോ? ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു അനുസരണക്കേട്, ദൈവമേ ഞാൻ ഇന്ന് അനുസരണക്കേട് കാണിച്ചു, എന്നോട് പൊറുക്കണമേ. യേശുവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴിശുദ്ധിരിക്കും. ഇനി ഞാൻ അനുസരണക്കേട് കാണിക്കത്തില്ല കർത്താവ്, എന്നോട് പൊറുക്കണമെന്ന് ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ എന്ത് നടക്കത്തില്ല? പിന്നെ കഷ്ടപ്പെടേണ്ടി വരില്ല. മനസ്സിലായിക്കണം. പിന്നെ കഷ്ടപ്പെടേണ്ടി വരത്തില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒന്നുണ്ട്. ഇപ്പൊ സഭായോഗങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്? ഉപേക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ സഭായോഗം ഉപേക്ഷിച്ചാൽ പാപമാണോ പുണ്യമാണോ? പാപം. അപ്പൊ ആ പാപത്തെ നാം പറഞ്ഞ് ഉപേക്ഷിക്കും. കർത്താവേ, കഴിഞ്ഞ മീറ്റിങ്ങിന് ആരാധനയ്ക്ക് ഞാൻ വന്നില്ല, എന്നോട് പുറക്കണമേ. ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല കർത്താവ്, ഇനി എല്ലാ ആരാധനയ്ക്ക് ഞാൻ കടന്നു വരും, എന്നോട് പുറക്കണമേ, ക്ഷമിക്കണമെന്ന് ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് പറഞ്ഞില്ലെങ്കിൽ അത് പാപമാണ്. പാവല്ലേ? അപ്പം ഇങ്ങനെയുള്ള
ഒന്നും ചെയ്തില്ലെങ്കിൽ ആരാധന മുടക്കിയാൽ അത് തന്നെ പാവമാണ്. അതിനു വേണ്ടി കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ ആരാധന മുടക്കാതെ പറയുന്ന മീറ്റിങ്ങിനെല്ലാം നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ബലമുണ്ടെങ്കിൽ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇവിടെ കിടന്ന് അവസാനം കിടന്ന് കഷ്ടപ്പെടേണ്ടി വരില്ല. കഷ്ടപ്പെടാതെ ഇരിക്കാൻ ഞാൻ പറയുകയാണ്. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അവയെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ ദൈവം നിങ്ങളോട് കരുണ കാണിക്കും. ദൈവം നിങ്ങളോട് മനസ്സലിയും. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യത്തിൽ നിന്ന് വായിച്ച മോളെ സമയമില്ല, പെട്ടെന്ന്